ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ഇഷിത ചോദിക്കുന്നുണ്ട് അരുന്ധതി എടുത്ത്, പറ മേഡം, ഞാനാണോ മേഡത്തിന് വിളിച്ചിട്ട് ഈ വിവാഹ നിശ്ചയം മുടക്കിയത്? ഇവരൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ മേഡത്തിനെ വിളിച്ചിട്ട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് വിവാഹ നിശ്ചയം മുടക്കി എന്നാണ് ഇവരൊക്കെ പറയണത്. എനിക്ക് മേഡത്തിന്റെ വായിൽ നിന്ന് സത്യങ്ങൾ അറിയണം. ഞാനാണ് മേഡത്തിനെ വിളിച്ചതെന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ മേഡത്തിന്റെ ഫോണിൽ കാണിച്ചിരണം. അതിന് തെളിവ് വേണം. മേഡം പറ മേഡം എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലും ഇഷിതയല്ല എന്നെ വിളിച്ച് സത്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ പിന്നെ ആരാ മേഡം സത്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും അരുന്ധതി പറയുന്നുണ്ട്, എന്നെ വിളിച്ച് സത്യങ്ങളൊക്കെ പറഞ്ഞത് വേറെ ആരുമല്ല, ആകാശ് മേനൻ. ആകാശ് മേനനാണ് എന്നെ വിളിച്ച് സത്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ എല്ലാവരും ഷോക്ക് ആവാട്ടോ. അരുന്ധതി പറയുന്നുണ്ട്, ആകാശ് മേനൻ വിളിച്ചപ്പോ ഞാൻ അത് അപ്പാടെ വിശ്വസിച്ചൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ കാര്യം എന്റെ മോളോടാണ് ആദ്യം പറഞ്ഞത്. അപ്പോഴേക്കും ബാക്കി പറഞ്ഞ അനുഗ്രഹയാണ്. അതെ, അമ്മ എന്നോട് ഇപ്പൊ അക്കാര്യം പറഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് പുറകിലേക്ക് ചിന്തിച്ചു. സത്യാണെന്ന് എനിക്ക് തോന്നി. പാവം സുചിത്ര, അവള് സ്നേഹിക്കുന്ന പുരുഷന് എന്റെ സ്നേഹത്തിന് വേണ്ടി വിട്ടുതരാൻ നിന്നു. അങ്ങനെ തന്നെ ഞാൻ ഒരിക്കലും ചെയ്യില്ലട്ടോ സുജി. അങ്ങനെ സ്നേഹിച്ച പുരുഷനെ തട്ടിയെടുക്കാൻ മാത്രം അത്ര ബോറ് ക്യാരക്ടർ ഒന്നും അല്ലട്ടോ ഞാൻ എന്ന് സുചിത്ര എടുത്ത് അനുഗ്രഹം പറയണം. പക്ഷെ സുചിത്ര ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ. ശേഷം അരുന്ധതി പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് ആകാശ്മീരോട് നന്ദി മാത്രമേ ഉള്ളൂ. സത്യങ്ങളൊക്കെ തുറന്നു പറയല്ലോ, അതിനെ അയാളെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അതിനുശേഷം മഹേഷിനോട് പറയുന്നുണ്ട്, അതെ, ഞാൻ ഇന്ന് ദില്ലിക്ക് പോകും എന്ന് പറയുമ്പോഴേക്കും അനുഗ്രഹ പറയണ്ട, അതെ മമ്മി മാത്രമേ പോകുള്ളൂ കേട്ടോ, ഞാൻ പോവില്ല. എടി സുചിത്ര, നീ ഒന്ന് ചിരിക്കടി, ഞങ്ങൾ എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്, എടി ചിരിക്കടി എന്ന് പറയാണ്. ശേഷം അരുന്ധതി പറയണ്ടേ, ചേരേണ്ടവർ തന്നെയാണ് ചേരേണ്ടത് എന്ന് പറഞ്ഞിട്ട് സുചിത്രേനും അതുപോലെ തന്നെ വിനോദിനെ നോക്കാട്ടോ. അത് കാണുമ്പോഴേക്കും നമ്മുടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അരുന്ധതി മഹേഷിനോട് പറയുന്നുണ്ട്, അതെ, എനിക്ക് പിന്നെ മഹേഷിനോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. പിന്നെ ആ കേരള ചാപ്റ്റർ അത് മഹേഷിന് തന്നെയുള്ള ഉള്ളതാണ്. അതിനെ നിശ്ചയിച്ചു കഴിഞ്ഞു, തീരുമാനിച്ചു കഴിഞ്ഞു. അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് ഞാൻ അത് കൊടുക്കുന്നത്. മഹേഷിന്റെ കഷ്ടപ്പാടിന് മഹേഷിന് കിട്ടുന്ന പ്രതിഫലമാണ് കേരള ചാപ്റ്റർ. മഹേഷ് ഓഫീസിലേക്ക് വന്ന് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ സൈനും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനുശേഷമാണ് ഞാൻ ദില്ലിയിലേക്ക് പോണത്. ഓൾ ദി ബെസ്റ്റ് മഹേഷ്, താങ്ക് യു സോ മച്ച് മാഡം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും പറയാം, അയ്യോ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. ശേഷം എന്നാൽ ശരി, നമ്മൾ നല്ല എപ്പോഴും നല്ല ബന്ധുക്കൾ തന്നെയായിരിക്കും എന്ന് അരുന്ധതി രാമനോടും അതുപോലെ സ്വപ്നയുടെ അടുത്ത് പറയുമ്പോൾ, അതെ അങ്ങനെ തന്നെയായിരിക്കും മാഡം എന്ന് പറയാണ്. എങ്കിൽ ഞാൻ ഇറങ്ങുവാണേ എന്ന് പറഞ്ഞിട്ട് അരുന്ധതി അവിടുന്ന് സന്തോഷത്തോടു കൂടി തന്നെ ഇറങ്ങുവാട്ടോ. അരുന്ധതി ഇറങ്ങിക്കഴിയുമ്പോഴേക്കും മഹേഷ് സഹതാപത്തോടു കൂടി തന്നെ ഇഷിതനെ നോക്കുവാണ്. ഇഷിത മഹേഷിനെ നോക്കുന്നില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മനസ്വിനിയും അതുപോലെ തന്നെ നമ്മുടെ അഷിതേനെയാണ്. അവരിങ്ങനെ വാതിക്കൽ കാതു നിൽക്കുന്ന സമയത്ത് മഹേശ്വരാണെന്നുണ്ടെങ്കിൽ മാധവിനെയും അതുപോലെ തന്നെ ലയേനെയും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. വന്നല്ലോ, എന്റെ മോളും മോനും വന്നല്ലോ എന്ന് മനസ്സിന് പറയാണ്. കാറിൽ നിന്ന് ഇറങ്ങുവാണ് മാധവ്. തൊട്ടു പിന്നാലെ ലയ ഇറങ്ങുന്നുണ്ട്. ലയ നേരെ നടന്നു വരുന്നത് മനസ്സുവിന്റെ അടുത്തേക്കാണ്. എന്റെ മോള് വന്നല്ലോ, എന്റെ മോൾ ആകെ ക്ഷീണിച്ചു പോയല്ലോ എന്ന് പറയുമ്പോ ലയ ഒന്നും തന്നെ മിണ്ടുന്നില്ല. മോളെ, യാത്രയൊക്കെ സുഖമായിരുന്നു എന്ന് മനസ്സിന് ചോദിക്കുമ്പോ, സുഖമായിരുന്നു അമ്മേ, എന്റെ മോൾക്ക് എന്ത് പറ്റിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാധവ് ഇങ്ങനെ വരുന്നുണ്ടാ അമ്മേ എന്ന് പറയണ. എടത്തി, സൂരജ് സ്കൂളിൽ പോയോ എടത്തി? പോയി. ചെറിയമ്മയും ചെറിയച്ഛനും വരുന്നുണ്ട്. അവന് ആകെ മടിയായിരുന്നു സ്കൂളിൽ പോകാനായിട്ട്. പിന്നെ ഏട്ടനാ പറഞ്ഞത് സ്കൂളിലേക്ക് പോകണം, മുടക്കണ്ട ക്ലാസ് എന്ന്. അതുകൊണ്ട് അവൻ പോയതാണ്. എന്നാലും നിങ്ങൾ വാ മക്കളെ എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുവാട്ടോ. ആ സമയത്ത് മഹേശ്വരാണെന്നുണ്ടെങ്കിൽ പെട്ടിയും സാധനങ്ങളൊക്കെ എടുക്കാണ്. അത് കണ്ടോണ്ട് നമ്മുടെ അഷിത അങ്ങനെ തന്നെ നിൽക്കുമ്പോഴേക്കും, എടി നീ അവിടെ എന്ത് നോക്കിക്കൊണ്ടിരിക്കാടി, ഇങ്ങോട്ട് വാടി, പെട്ടി എടുക്കാൻ സഹായിക്കടി എന്ന് പറഞ്ഞിട്ട് അഷിതനെ വിളിക്കാട്ടോ. അഷിത അങ്ങനെ മഹേശ്വരന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയണ്ടല്ലേ, ലയയുടെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ, അവൾക്ക് ഇത് എന്ത് പറ്റി? അതെ, അവൾക്ക് സന്തോഷം കൊടുക്കേണ്ട ആവശ്യമൊന്നും നിനക്കില്ല കേട്ടല്ലോ. പിന്നെ നിന്റെ അനിയത്തിന്റെ കാര്യമൊന്നും നീ ആരോട് വിളമ്പാനും നിൽക്കണ്ട. ചിലപ്പോ മാധവ് അത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഒക്കെ കാണിക്കും, നീ ഒന്നും പറയണ്ട കേട്ടല്ലോ. അതെന്തിനാ മാധവ് ഇൻട്രസ്റ്റ് കാണിക്കണത്? അവളവിടെ മഹേഷിനോട് ജീവിക്കുന്നു, ഇവനിവിടെ ലയയുടെ കൂടെ ജീവിക്കുന്നു. എടി, ഞാൻ പണം നീ അങ്ങോട്ട് കേട്ടാ മതി. നീ നിന്റെ വീട്ടുകാരുടെ കാര്യമൊന്നും ഇവിടെ വിളമ്പാൻ നിൽക്കണ്ട, അത്രമാത്രം കേട്ടാ മതി, വാ എന്ന് പറഞ്ഞിട്ട് പെട്ടിയും പാണ്ടവും ഒക്കെ ചുമന്നിട്ട് അവരകത്തേക്ക് കയറി പോവാട്ടോ. പിന്നീട് കാണിക്കണത് വീണ്ടും ഇഷിതേനെ മഹേഷിനെയാണ്. ഇഷിത അങ്ങനെ കിടക്കാനുള്ള ബെഡൊക്കെ റെഡിയാക്കി വെക്കാട്ടോ. റൂമിലേക്ക് മഹേഷ് വരുന്നുണ്ട്. മഹേഷ് ഇഷിതടുത്ത് പറയുന്നുണ്ട്, എടോ താനെന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിരിക്കുന്നത് തൻ്റെ അടുത്താണ്. തനിക്കറിയാലോ, കേരള ചാപ്റ്റർ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അതെന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാൻ സമയമായപ്പോഴാണ് അരുന്ധതി മേഡം മാലാഖിനെ പോലെ വന്നത്, എനിക്കൊരു കൈത്താങ്ങായിട്ട് പിടിച്ചു നിന്നത്. അങ്ങനെ കേരള ചാപ്റ്റർ ഞാൻ കഷ്ടപ്പെട്ട് വീണ്ടും പഴയ നിലയിലേക്ക് എത്തിച്ചു. അങ്ങനെ എന്റെ അനിയന്റെ സ്വപ്നം പോലും ഞാൻ കണ്ടില്ലെന്ന് വെച്ചത് എന്റെ കഷ്ടപ്പാടിന് വേണ്ടിയിട്ടാണ്. കേരള ചാപ്റ്റർ കൈവിട്ടു പോകുമെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിക്കാൻ പറ്റില്ലടോ. പിന്നെ എനിക്ക് എല്ലാവർക്കും ഒരു സംശയമായിരുന്നു, എല്ലാവരും
അത് മുടക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ കൂട്ടി. സോറിഡോ, താൻ എന്നോട് ക്ഷമിക്കേ. അതിനുശേഷം മഹേഷ് പറയുന്നുണ്ട്, കേരള ചാപ്റ്റർ അഥവാ കൈവിട്ടു പോയിരുന്നെങ്കിൽ ആത്മഹത്യ മാത്രമേ എന്റെ മുമ്പിൽ വഴിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ മദ്യപിച്ചു വന്നത്. ശത്രുക്കൾ പറയരുതല്ലോ മഹേഷ് പേടിത്തൊണ്ടനാണ്, കേരള ചാപ്റ്റർ കൈവിട്ടു പോയപ്പോഴേക്കും ആത്മഹത്യ ചെയ്തു എന്ന്. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നലെ മദ്യപിച്ചത്. എടോ, ഇന്നലെ അരുന്ധതി മേഡം ദില്ലിയിൽ പോയിരുന്നെങ്കിൽ എല്ലാം കൈവിട്ടു പോകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ താൻ എന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. അരുന്ധതി മേഡത്തിനെ വിളിച്ചു, ഇവിടേക്ക് വന്നു, സത്യങ്ങളൊക്കെ ബോധിപ്പിച്ചു. കേരള ചാപ്റ്റർ എന്റെ കൈകളിലേക്ക് വെച്ചു തന്നു. ഇഷിത, ഇതിനൊക്കെ ഞാൻ എങ്ങനെ നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. താൻ എന്റെ കൈത്താങ്ങായിരുന്നു, പക്ഷെ ഞാനത് അറിഞ്ഞില്ല. എടോ, താൻ എന്നോട് ക്ഷമിക്കടോ, ഞാനത് മനഃപൂർവ്വമൊന്നും അല്ല ഒന്നും ചെയ്തതെന്നൊക്കെ പറയുമ്പോ ഇഷിത ദേഷ്യത്തോടു കൂടി തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുക കേട്ടോ. മഹേഷിന് അത് കാണുമ്പോഴേക്കും വിഷമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആകാശിന്റെ വീടാണ്. ആകാശാണെങ്കിൽ ആകെ പ്രാന്ത് പിടിച്ചിട്ടും ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കട്ടെ, ആ എന്നിട്ട് ഒച്ചയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാണ്. അത് കേട്ടുകൊണ്ട് രജനി അങ്ങോട്ടേക്ക് വരുന്നത്, ആകാശ് എന്താ സംഭവിച്ചത്, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോ, എനിക്ക് പ്രാന്ത സംഭവിച്ചത്. എടി, എന്റെ കയ്യിൽ നിന്ന് എല്ലാം കൈവിട്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ടു. കേരള ചാപ്റ്റർ അത് എന്റെ കയ്യിൽ നിന്ന് പോയി. അത് മഹേഷിന് തന്നെ കിട്ടി. ആകാശ് എന്തൊക്കെയാ പറഞ്ഞത്? അത് ആകാശിന് കിട്ടിയതല്ലേ? അരുന്ധതി മേഡം വിവാഹം വേണ്ടെന്ന് വെച്ചിട്ട് അവര് പോയില്ലേ? പോയി പോലും അവരെ രാവിലെ തന്നെ മഹേഷിന്റെ വീട്ടിലേക്ക് പോയായിരുന്നു. എന്തിനാന്നറിയാവോ? വിനോദിനും സുചിത്രക്കും മംഗളാശംസകൾ നേരെ വിവാഹത്തിന്. ആകാശ് എന്തൊക്കെയാ പറഞ്ഞത്? അതേടി, അതിന്റെ കൂടെ അവരുടെ ഒരു വിളംബരോ, കേരള ചാപ്റ്റർ മഹേഷിനെയാണെന്ന്. കേട്ടല്ലോ നീ? എല്ലാം സത്യം തന്നെയാണ്. ഇത് സത്യമാവില്ല. ആകാശിനെ ആര് തെറ്റിദ്ധരിപ്പിച്ചതാണ്? തെറ്റിദ്ധരിപ്പിച്ചല്ലടി, സത്യം തന്നെ ഞാൻ പറയണത്. എന്നോട് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞത് ആരാണെന്നറിയാവോ? ആ വീട്ടിൽ തന്നെ ഒരുത്തൻ, കൈലാസ്. അവൻ പറഞ്ഞത് എന്റെ അടുത്ത് സത്യങ്ങൾ. എന്നാലും അവരെങ്ങനെയാ ഇത് വേണ്ടെന്ന് വെച്ചിട്ട് മഹേഷ് ഇത്ര ചതി കാണിച്ചിട്ട് ക്ഷമിക്കാൻ സാധിച്ചത് എങ്ങനെയാ? അതെങ്ങനെയാന്ന് നിനക്ക് അറിയണോ? അങ്ങനെയാന്ന് നിനക്ക് അറിയണോടി? അത് കഴിവ്, പെണ്ണിന്റെ കഴിവ്. മഹേഷിന്റെ വിജയം ആരാന്നറിയാവോ? അവന്റെ കൂടെ നിൽക്കുന്ന അവന്റെ പെണ്ണ്, താലി കെട്ടിയ പെണ്ണ് ഇഷിത. അവളെപ്പോ അവന്റെ കൂടെ കൂടിയോ അന്ന് മുതൽ അവനെ വിജയം മാത്രമേ ഉള്ളൂ. അവളാ തിരിച്ചു പോവാൻ നിന്ന് അരുന്ധതി മേഡത്തിനെ വിളിച്ചു വരുത്തി സത്യങ്ങളൊക്കെ പറയിപ്പിച്ചത്, സത്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയത് എന്ന് പറയാണ്. അവന്റെ തലയിൽ ഏറ്റവും ഒരു ശാപമായിട്ടുണ്ടായിരുന്നത് നീയായിരുന്നു. നീ എപ്പോ അവന്റെ ജീവിതത്തിൽ നിന്ന് പോയോ അന്ന് മുതൽ അവന്റെ ജീവിതം രക്ഷപ്പെട്ടു. നീയാടി ശരിക്കും ശാപം കിട്ടിയവള് എന്ന് പറഞ്ഞിട്ട് ആകാശ് വേഗം തന്നെ രചനയുടെ കഴുത്തിനെ കയറി പിടിക്കുക. ആകാശ്, കഴുത്തിന് കൈവിട് എന്ന് പറഞ്ഞിട്ട് രചന കൈ മാറ്റുന്നുണ്ട്. നീ എന്താ പറഞ്ഞത്? ഞാനാണ് അവന്റെ ശാപമായിരുന്നു. അതെ, നീയായിരുന്നു അവന്റെ ശാപം. നീ അവന്റെ കൈ തലേന്ന് പോയപ്പോ അവന്റെ ശാപം മോശം കിട്ടി. പിന്നെ നീ എന്റെ തലയിലായി. നീ വന്നപ്പോ മുതൽ എനിക്ക് വെച്ചടി നഷ്ടം മാത്രമേ ഉള്ളൂ. അവനാണെങ്കിലും വെച്ചടി കയറ്റം. ജയിക്കാനായിട്ട് പിറന്നവൻ അവനാടി, ഞാനല്ല. കേരള ചാപ്റ്റർ എന്റെ കൈവെള്ളയിൽ എത്തിയതാണ്, അതങ്ങോട്ട് തെന്നിപ്പോയി. എല്ലാത്തിനും കാരണം നീയാണ്. ആകാശ്, നിർത്ത്. കേരള ചാപ്റ്റർ പോയിട്ടുണ്ടെങ്കിൽ അതിനെ കാരണം നീ തന്നെയാണ്. കഠിനാധ്വാനം ചെയ്ത് മഹേഷ് കേരള ചാപ്റ്റർ വാങ്ങി. നീയോ ചതിച്ചും വധിച്ചും കേരള ചാപ്റ്റർ വാങ്ങിക്കാൻ നോക്കി. എടാ, നീയെ ആണാണെങ്കിൽ ആണത്വം കാണിച്ചിട്ടാടാ കേരള ചാപ്റ്റർ വാങ്ങിക്കേണ്ടുന്നത്, അല്ലാതെ ചതിച്ചും വധിച്ചും അല്ല. മനസ്സിലായില്ലേ? ഇപ്പോ കഠിനാധ്വാനം ചെയ്ത എല്ലാം കൂടെ നിൽക്കുമെന്ന്. മഹേഷ് കഠിനാധ്വാനം ചെയ്തു, അയാൾക്ക് തന്നെ അതിന് ഫലവും കിട്ടി. അല്ലാതെ ആ തെറ്റി എന്റെ തലയിലിട്ട് ഇട്ട് വെക്കാൻ വേണ്ടി നീ നോക്കണ്ട. നീ ഒരു താലി കിട്ടിയിട്ടാണ് ഇതൊക്കെ പറയണമെങ്കിൽ ഞാൻ കേട്ടു നിന്നാണ്, എന്റെ ഗതികേട് കൊണ്ടിട്ട്. പക്ഷെ ഇപ്പൊ നീ എന്നെ കഴിഞ്ഞ് താലിയും കിട്ടില്ല, ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും കേട്ടിരിക്കേണ്ട ആവശ്യം എനിക്കില്ല, കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആകാശിന്റെ കൈ തട്ടി മാറ്റിയിട്ട് രചന അവിടെ നിന്ന് പോകുവാട്ടോ. ആകാശാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് കാണിക്കണത് നമ്മുടെ മനസ്സുനിനെയാണ്. മനസ്സുനിയും അതുപോലെ തന്നെ മഹേശ്വരും മാധവും ലയയൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. അശ്വിത വിളമ്പി കൊടുക്കുന്നുണ്ട്. ആ ഭക്ഷണം കഴിക്കുന്ന മാധവ് പറഞ്ഞിട്ട്, ഹായ്, കറികൾക്കൊക്കെ എന്താ ടേസ്റ്റ്? എടുത്തി, കറികളൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മനസ്സിന് അയ്യേ, കണ്ടാലും മതി എന്നിങ്ങനെ പറയാണ്. മഹേശ്വർ പറയുന്നുണ്ട്, എടാ, അവിടെ നല്ല കേരള ഫുഡൊക്കെ കിട്ടോടാ? അതൊക്കെ അങ്ങനത്തെ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടാ, പക്ഷെ വലിയ കാര്യമൊന്നുമില്ല, ഒരു സങ്കരയിന വിഭവം അത്രേ ഉള്ളൂ എന്ന് പറയണേ. ലയ ഒന്നും കഴിക്കാതിരിക്കുമ്പോ മനസ്സിൽ ചോദിക്കണ്ട, അയ്യോ മോളെന്തോന്നും കഴിക്കാതെ? കഴിക്കും മോളെ, എനിക്ക് മതി എന്ന് പറഞ്ഞ് എഴുന്നേക്കാണ്. എടി അശ്വിതേ, ആ മാമ്പഴ പുളിശ്ശേരി കൊച്ചിനെടുത്ത് കൊടുക്കടി, അത് അങ്ങോട്ട് മാറ്റി വെച്ച ആര് കാണാനാണ്? ലയെ, നീ കുറച്ചുകൂടി ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അശ്വിത നിർബന്ധിക്കാണ്. കുറച്ചുകൂടി ഫുഡ് കഴിക്കില്ലയേ, വേണ്ടാനിട്ടാ, വിശപ്പില്ലാനിട്ടാ എന്ന് പറഞ്ഞിട്ട് ലയ വേഗം തന്നെ കൈ കഴുകാൻ വേണ്ടി പോകുക കേട്ടോ. അത് കാണുന്ന മനസ്സിനെ മാധവനോട് ചോദിക്കണ്ടേ, എടാ ലയ മോൾക്ക് എന്തു പറ്റിയടാ? വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക, അവളുടെ മുഖത്ത് ഒരു തെളിച്ചവും ഇല്ല എന്ന് പറയുമ്പോഴേക്കും, അമ്മക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ, അവിടെ അവൾ ഒറ്റപ്പെട്ട പോലെ ആയിരുന്നു. ആത്മഹത്യയിലേക്ക് പോലും ചിലപ്പോൾ അവളുടെ ജീവിതം പോകുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഈശ്വര, എന്റെ പൊന്നു മോള് എന്ന് പറയാണ്.
ആ പിന്നെ എല്ലാത്തിനും കാരണം ദേ ഇവളുടെ അനിയത്തിയാ. ഗർഭത്തിൽ ഗർഭിണിയായിരിക്കെ തന്നെ ഗർഭാവസ്ഥയിൽ തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കി ഇവളുടെ അനിയത്തിയാ എല്ലാത്തിനും കാരണം എന്ന് പറയുമ്പോഴേക്കും മാധവ് പറഞ്ഞിട്ട് അമ്മ ഇപ്പോഴും ഇഷിതനെ തെറ്റിദ്ധരിക്കുകയാണോ? ഇഷിത ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നീ മിണ്ടി പോരുത്, എല്ലാത്തിനും കാരണം ഇവളുടെ അനിയത്തി തന്നെയാ എന്ന് പറയാണ്. എനിക്കും ലേക്കും ഒരു കുഞ്ഞെ ദൈവം വിധിച്ചിട്ടില്ല, അതുകൊണ്ടാ ഞങ്ങൾക്കൊരു കുഞ്ഞെ കിട്ടാത്തത്. ഇല്ലടാ, അതുകൊണ്ടല്ല കാരണം, നിന്നെ കിട്ടാത്തതിന്റെ ദേഷ്യം അവള് ലയെടുത്ത് തീർത്തതാണ്. അവൾക്ക് ഗർഭിണിയാവാൻ പറ്റില്ലല്ലോ, പിന്നെ നിന്നെ കിട്ടിയില്ല, ആ ഒരു ദേഷ്യത്തിലാണ് അവള് ലയയുടെ കുഞ്ഞിന്. ഓ, എനിക്കത് ആലോചിക്കാനേ വയ്യ. ഒന്ന് നിർത്തമ്മേ എന്ന് പറയാണ്. ഇല്ലടാ, ഞാൻ നിർത്തില്ല, ഐഷിത ഒരിക്കലും ഗുണം പിടിക്കില്ലടാ എന്ന് പറയാണ്. അത് കേട്ട് വിഷമത്തിൽ അഷിത അകത്തേക്ക് കയറി പോവാട്ടോ. അത് കാണുമ്പോ മാധവ് പറയണ്ട, എന്തിനാമ്മേ ആ ഏടത്തിനെ എപ്പോഴും അമ്മ ഇങ്ങനെ വേദനിപ്പിക്കണത്? ഏടത്തി ഇവിടെ ചേട്ടൻ കെട്ടിച്ചു വന്നപ്പോ തുടങ്ങിയതാ അമ്മയുടെ ദേഷ്യവും വാശി. ഇനിയെങ്കിലും ആ പാവത്തിനെ ഒന്ന് വെറുതെ വിടമ്മേ. ഇല്ലടാ, ഞാൻ വെറുതെ വിടല, എന്റെ കുടുംബം തകർത്തത് ഇവളും ഇവളുടെ അനിയത്തിയും കൂടിട്ടാ. ദേ, ഞാൻ ഈ കഴിക്കുന്ന അന്നത്തിൽ തൊട്ട് സത്യം ചെയ്യാ, ഐഷിതേനെ അടിച്ചും അടിമുടി വാരാതെ അല്ലെങ്കിൽ അവളെ നശിപ്പിക്കാതെ ഈ മനസ്സിനിക്ക് ഇനി റെസ്റ്റിലിടാ, വിശ്രമിലിടാ, ഈ അന്നത്തിൽ തൊട്ടിനെ സത്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്ന മനസ്സിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് മഹേഷാണെങ്കിൽ ഇഷിത സംസാരിക്കാത്തോണ്ട് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നാട്ടോ. ഇഷിത കാണാൻ വേണ്ടി തന്നെ മഹേഷ് ഒരു തലവേദന അഭിനയിക്കാണ്. അയ്യോ, തല വെട്ടിപ്പൊളിയണേ, സഹിക്കാൻ പറ്റേ, ഇഷിത ആ ബാമന്ന് എടുത്തതാ എന്ന് പറയുമ്പോ ഇഷിത ബാം എടുത്തു കൊടുക്കുന്നുണ്ട്. അയ്യോ, അതിന് തലയെ തേച്ച് തന്നൂടെ, എനിക്ക് നെറ്റിയിലൊക്കെ തേച്ചൊന്ന് തടവി തന്നൂടെ എന്ന് ചോദിക്കുമ്പോ ഇഷിതക്ക് മനസ്സിലായ മഹേഷിന്റെ അഭിനയമാണെന്ന്. ഇഷിത അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പോകുമ്പോഴേക്കും മഹേഷ് കൊണ്ടോ, താനെന്താണ് ഇങ്ങനെ പോകുന്നത്, ഞാനിങ്ങനെ ഇരിക്കണം താൻ കണ്ടില്ലേടോ എന്ന് പറയണത്. ഇനി വിനോദിന്റെയും സുജിതയുടെ വിവാഹം നമുക്ക് ഉറപ്പിക്കണ്ടേടോ, അത് മഹേഷിന് ഇടപെടണ്ട, അവര് തമ്മിൽ എന്തായാലും ചേർന്നോളും, ദൈവം അവര് തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിട്ടാ ഒന്നിപ്പിച്ചേക്കണത്, അതുകൊണ്ട് അവരുടെ വിവാഹക്കാര്യം അവര് നോക്കിക്കോളും എന്ന് പറയാണ്. അപ്പൊ അതിനുശേഷം കാണിക്കണത് അനുഗ്രഹ വിനോദിന്റെ സുചിത്രയുടെയും കൈകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാട്ടോ. വിനോദ് സുചിത്രേനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ലയാണെങ്കിൽ മനസ്സിനടുത്ത് പറയുന്നുണ്ട്, എനിക്ക് എങ്ങനെ സമാധാനം കിട്ടുമേ, എനിക്ക് എങ്ങനെ സന്തോഷം കിട്ടുമേ, ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ എനിക്ക് സാധിക്കോ? ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും മനസ്സിന്റെ മുഖം ആകെ മാറുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.